പൂക്കൾ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശേഷം ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. എന്നാലും നമുക്ക് ഈ അഗസ്ത്യചീര ഇന്ന് പൊട്ടിച്ച് കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇത് പറഞ്ഞാൽ നട്ടിട്ടുണ്ടെങ്കിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ പിന്നെ കൂട്ടാൻ വെക്കാൻ കിട്ടും എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കണ്ടല്ലോ. അങ്ങനെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ചെടുത്ത് മുട്ടും കായും ഒക്കെ ആയിട്ട് ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ചേച്ചി പൊട്ടിച്ചു വെച്ച വേറെയും പൂക്കളുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ 1-2 പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതന്നെ ധാരാളമാണ് ഒരു നേരത്തേക്ക്. പക്ഷെ നമ്മൾ കുറച്ചധികം പേരുണ്ടായ കാരണം കൊണ്ട് ചേച്ചി ഇന്നലെയും കൂടി പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പൂ ഇട്ടിട്ടാണ് ഇന്ന് തോരൻ വെക്കാൻ പോണത് കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് തോരനൊന്നുമില്ല, എല്ലാം അത് ഉപ്പേരിയാണ്. എന്തു ഭംഗിയാണെന്നറിയോ പൂ കാണാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ഉമ്മർത്തൊക്കെ ഇത് ഒരെണ്ണം നട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. 20 രൂപയുള്ളവർ തയ്ക്കുന്നേ 6 മാസത്തിനുള്ളിൽ പൂത്തുല്ല ഞങ്ങളുടെ ഇങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ ചേച്ചി ഇത് കുനുകുന ഇതിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ സാധാരണ നമ്മുടെ കുത്തിക്കാച്ചൽ പരിപാടിയാണ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഉള്ള അഗസ്ത്യചീര വൈറ്റ് ആണ് കേട്ടോ, വെള്ള കളറുള്ള പൂക്കളാണ് ഉണ്ടാവുക. ഇത് ചുമപ്പ് കളറുള്ള പൂക്കളായ കാരണം കൊണ്ടേ ഇതിനെങ്ങനെ അരിയുമ്പോൾ ചെറുതായിട്ട് പൂ അരിയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. മറ്റേത് ചെറുതായിട്ടൊരു പച്ചക്കറി ഫീൽ തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാന്താരിമുളക് കുനുകുന ചതച്ചെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ ഒന്നും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ മുളക് എന്ന് പറയുമ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് കുറച്ചിട്ടാൽ മതി ഇടിച്ച മുളക്. അതുപോലെ തന്നെ കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും, നാളികേരം ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും. കഴിഞ്ഞ റെസിപ്പിയിൽ നമ്മൾ മുട്ടയും നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലും കൂടുതലുണ്ടാവും, രുചിയും വേറൊരു രീതിയിലാണ് വരിക. ഇന്നിപ്പോൾ നമ്മളിവിടെ മുട്ട ഇഷ്ടമില്ലാത്തവരുള്ള കാരണം കൊണ്ടേ നമ്മുടെ നാളികേരം മാത്രം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന ആരാണാവോ കണ്ടുപിടിച്ചാലേ. ഇവൻ ഞാൻ കൈപ്പയ്ക്ക് കഴിക്കുമ്പോൾ പോലും ആലോചിക്കാറുണ്ട്, ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആരാണാവോ കണ്ടുപിടിച്ചത്. നമ്മുടെ പൂർവികരുടെ ഒരു ബുദ്ധിയെ. പിന്നെ പ്രകൃതിയുടെ ലീലാവിലാസം വേറെ ഒന്ന് നോക്കിയേ, ഇതിൻ്റെ കളർ അങ്ങനെ അങ്ങോട്ട് മാറി. അപ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ, അടിപൊളി രുചിയാണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.